തങ്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു സ്പെഷ്യൽ ആഹാരമാണ് ഉണ്ടാക്കുന്നത്. ഇത് കപ്പ വാട്ടി ഉണങ്ങിയതാണ്. വാട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകുതി വേവിച്ച് ഉണങ്ങിയ കപ്പയാണ്. അതിലേക്ക് വേണ്ട സാധനങ്ങൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, തേങ്ങ, വെളുത്തുള്ളി, വെള്ളപ്പയർ, ഇത്രയും വസ്തുക്കൾ വേണം. ഇത് നമ്മളുടെ ആവശ്യമനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഈ കപ്പ നമ്മൾ വെള്ളത്തിലിട്ട് അരമണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് നനച്ച് വയ്ക്കണം. അതിന് ശേഷം വേണം വേവിക്കാനായിട്ട്. കാരണം ഇതിന് വേവ് ഒരുപാട് അധികം ഉണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വയ്ക്കണം. ഞാൻ വെള്ളത്തിലിട്ടിട്ട് വീണ്ടും കാണിക്കാം. ഇപ്പം നമ്മളുടെ കപ്പ അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി കൊണ്ടുവന്നു. നമ്മൾ കുക്കറിൽ വെള്ളപ്പയറും വേവിച്ചു. ഇനി നമുക്കിത് മിക്സാക്കി കറി വയ്ക്കാം. നമ്മൾ അടുക്കളയിലേക്ക് പോവാം. നമ്മൾ ഈ കുതിർത്തിയ കപ്പ പുഴുക്കുണ്ടാക്കേണ്ട പാത്രത്തിലേക്ക് ഇടുകയാണ്. കുതിർന്നിട്ടേ ഉള്ളൂ. കൂടാണ്ട് നമ്മൾ ഈ വെള്ളപ്പയർ വേവിച്ചതും ഇതിലേക്ക് ഇടുകയാണ്. നമ്മളിതിൽ 1 സ്പൂൺ മുളക് പൊടി ഇടുകയാണ്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത് വേവാനുള്ള വെള്ളം ഏകദേശം നികക്കെ ഒഴിക്കാം. ഇപ്പോൾ നമ്മൾ കപ്പയും പയറും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ഇട്ട് നികക്കെ വെള്ളം ഒഴിച്ച് അടപ്പത്ത് വയ്ക്കാൻ പോവുക. അടച്ച് അടപ്പത്ത് വയ്ക്കുക. ഇതിൻ്റെ അളവ് വെള്ളം മുഴുവനും വറ്റണം. ഇപ്പോൾ നമ്മൾ കപ്പ അടപ്പത്ത് വെച്ചു. ഇനി നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. നമ്മൾ തേങ്ങ ജാറിലേക്ക് ഇടുകയാണ്. അതിൻ്റെ കൂടെ 4 ചെറിയ ഉള്ളി, ഒരു 5-6 വെളുത്തുള്ളി, കൂടുതലിട്ടാലും കുഴപ്പമില്ല. നമ്മളിത് 2 കറക്കം അരക്കണില്ല. ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. ഇപ്പം നമ്മുടെ കപ്പയും പയറും സെറ്റായി. വെള്ളം മുഴുവനും വറ്റി, ഒട്ടും വെള്ളമില്ല. ഇപ്പോൾ നമുക്കിതിന് സിമ്മിലിടാം. ഇപ്പം നമ്മുടെ അരപ്പ് നമ്മളിതിലേക്ക് ഇടുക. ഇപ്പോൾ നമ്മളിതിന് ഒന്ന് മെല്ലെ ഇളക്കി യോജിപ്പിക്കുക. ഇനി നമ്മൾ കരിവേപ്പില ഇടുക. നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഒഴിക്കാം. കൂടുതൽ ഒഴിച്ചാൽ കൂടുതൽ ടേസ്റ്റ്, കുറച്ച് ഒഴിച്ചാൽ കുറച്ച് ടേസ്റ്റ്. നമ്മൾ ഓഫാക്കുക. ഇപ്പം നമ്മളുടെ വാട്ടക്കപ്പ
പുഴുക്ക് റെഡിയായി. വളരെ രുചികരമായൊരു പുഴുക്കാണിത്. നമുക്കിതിന് കഞ്ഞിയും കഞ്ഞി ഞാൻ നേരത്തെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു, നിങ്ങളെ കാണിക്കാം. അപ്പം നമ്മുടെ പാലക്കാടൻ മട്ടരിയുടെ കഞ്ഞി റെഡിയായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വാട്ടക്കപ്പ പുഴുക്കും മട്ടേരിയുടെ കഞ്ഞി റെഡിയായി. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഉപ്പിലിട്ടിരുന്ന മാങ്ങയാണിത്. ഈ മാങ്ങ നമുക്ക് മുളകും ഉണക്കമുളകും കരിവേപ്പിലയും എണ്ണയിൽ വറുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമ്മളൊരു കൈകൊണ്ടൊരു ചമ്മന്തിയാക്കും, എന്നിട്ട് കാണിക്കാം. ഇത് നമ്മുടെ വറ്റൽമുളക് എണ്ണയിൽ വറുത്തതാണ്. ഉപ്പുമാങ്ങ 1 വർഷം കഴിഞ്ഞ ഉപ്പുമാങ്ങ ഇത്. എന്നിട്ടിത് ശരിക്കും ഉടയണില്ല. അങ്ങനെ നമ്മുടെ കൈ കൊണ്ടുണ്ടാക്കിയ ചട്നി റെഡിയായി. ഇതെൻ്റെ കൊച്ചുമോളാണ്. 3 വർഷത്തെ ഹോസ്റ്റൽ ജീവിതം കഴിഞ്ഞ് അമ്മൂമ്മയുടെ കൂടെ താമസിക്കാൻ വന്നേക്കാം. അവൾക്ക് കഞ്ഞിയും കപ്പപ്പുഴുക്കും വേണമെന്ന് പറഞ്ഞ കാരണം ഞാൻ ഉണ്ടാക്കിയതാണിത്. എൻട്രൻസ് എഴുതി കാത്തിരിക്കുകയാണ്. ശരി, ഞാൻ കഞ്ഞി വിളമ്പട്ടെ. ഇത് നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ ചമ്മന്തി. ഇത് പപ്പടം. ഇത് സ്പൂൺ. കഴിച്ചു. അടിപൊളി. ഈ കപ്പപ്പുഴുക്ക് എങ്ങനെ ഉണ്ടാക്കണേ അമ്മൂമ്മ? പറഞ്ഞു തരാം കേട്ടോ. 1 മാസം എൻ്റെ കൂടെ താമസിച്ചാൽ കഞ്ഞിയും കപ്പപ്പുഴുക്കും ഉണ്ടാക്കാൻ ഞാൻ പഠിപ്പിച്ചു വിടാം. നിങ്ങൾ ഈ കപ്പപ്പുഴുക്കൊന്ന് ഉണ്ടാക്കി നോക്കണേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.